ചെയ്യുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കുകയില്ല എന്ന് മറക്കുന്നവരും ഞങ്ങളുടെ കർത്താവേ, രാത്രികാലം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിപ്പാൻ കഴിയാതെ വണ്ണോ ദൈവജനത്തെ തടയുന്ന എല്ലാ മണ്ഡലങ്ങളെ പോരുകളെയോ സ്വർഗത്തിന് അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ശ്വാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ കർത്താവേ, ഈ ആരാധനയുടെ നിയന്ത്രണം ഈ രാത്രികാലം ഏറ്റെടുക്കട്ടപ്പ. മാനുഷിക ശബ്ദമല്ല, സ്വർഗീയ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ നിന്ന് രാത്രികാലം മുഴങ്ങി കേൾക്കുവാന് മഹിമയോടെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം. ഇന്ന് രാത്രികാലം ശക്തിയോടെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ പ്രാർത്ഥിക്കുന്ന സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു വലിയ ആഴ്ചയുടെ രാത്രികാലം കൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് സഭായുഗമായി അടുത്തു വരുവാന്, നിന്റെ സന്നിധാനത്തിൽ മുട്ടുമടക്കുവാന്, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാന്, അവിടെ ഒരുക്കിയ സാവകാശനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. കോഴി തന്റെ കുഞ്ഞു കോഴിയെ ചിറകടിക്കുള്ളിൽ മറച്ച് സൂക്ഷിക്കും പോലെ അവിടെ ഞങ്ങളെ മറച്ചതിനായി സൂക്ഷിച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എണ്ണത്തിൽ കുറയുവാൻ അനുവദിക്കാതെ വണ്ണം അവിടെ ഞങ്ങളെ പരിപാലിച്ചതിനായി, ദൂതന്മാരാൽ കാവൽ ചെയ്തതിനായി, ആമേൻ, ധീമതയോട് സൂക്ഷിച്ചതിനായി ഞങ്ങൾ നിന്നെ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ രാത്രികാലത്തിൽ സെന്റായിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം അവിടെ ഇടയാക്കണമേ. കടകനാളുടെ പ്രിയപ്പെട്ടവരൊക്കെയോ എത്രമേ കൊടുത്ത് കൂട്ടി വരുത്തണമേ. വഴിയാത്രയിലെല്ലാം തടസ്സങ്ങൾ മാറി നിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിച്ച് ബലപ്പെടുവാറ്, ദർശനങ്ങളെ പ്രാപിക്കുവാറ്, വെളിപ്പാടുകളെ പ്രാപിക്കുവാറ്, കൃപാവരങ്ങളെ ജ്വലിക്കപ്പെടുവാറ്, എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് ശക്തീകരിക്കണമേ. പുതുശക്തികളെ പകരണമേ. ഈ ദുഷ്ടലോകത്തിന്റെ മാലിന്യങ്ങളെ ജീവിപ്പാൻ ആവശ്യമായ ആത്മാവിന്റെ ബലം കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരും അവിടുന്ന് പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, ദർശന താഴ്വരയിലേക്ക് അവിടെ ഞങ്ങളെ നടത്തുമാറാകണമേ. വെളിപ്പാടുകളെ പ്രാപിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ ചൊരിയണമേ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണം. പാടുവാനും ആരാധിപ്പാനും അവിടുത്തെ ജനത്തെ ശക്തീകരിക്കണമേ. ജനത്തിനോടുക്കേണ്ട ദൂതകളാലോചനകളാൽ നിറവോട് പ്രസ്താവിപ്പാൻ തക്കവണ്ണം, അഭിഷേകത്തിന്റെ ശക്തിയോടെ നിറവോട് പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഈ രാത്രികാലം കർത്താവേ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. ഭക്ഷിച്ചാരാധിച്ച് ബലപ്പെട്ട് വിടുതലോട് മടങ്ങി പോവാൻ സ്വർഗമിടയാക്കണമേ. ആമേ. പ്രത്യേക വിഷയങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രികാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്ക് വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകത്തക്ക വേണോ. ദൈവമഹത്വം അതിന്മേൽ വെളിപ്പെടുവാന്, ദൈവത്തിന്റെ കൃപ അതിന്മേൽ വെളിപ്പെടുവാന്, ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടുവാന് സ്വർഗമേ ഇവിടെ സഹായിക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്താം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിനെ അടക്കി വെക്കാതെ എല്ലാവരും സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരുന്നാണ്. ഹല്ലേലൂയ. പരിശുദ്ധി. ഹല്ലേലൂയ. കഴിഞ്ഞ രാജ്യകാലം നമ്മളായിരുന്ന സ്ഥാനങ്ങൾ
നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഓരോ അവസ്ഥയിലും നമ്മുടെ കൂടെയും നമ്മുടെ നല്ല ദൈവം. ഹല്ലേലൂയ. നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ, ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്നെ എത്രത്തോളം ജയത്തോടെ എൻ്റെ ദൈവം നടത്തിയതാണ്. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ ഒന്നുമല്ല. നമ്മുടെ ദൈവം നമ്മളെ നിർത്തിയതാണ്. അവർക്കുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അനുഭാഷയിൽ ആരാധിക്കാൻ കഴിവുള്ളവർ അനുഭാഷയിൽ തന്നെ ദൈവത്തെ സ്തുതിച്ചു. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യം ദൈവത്തിന് കൊടുക്കേണ്ട സമയമാണ്. ദൈവത്തെ ആരാധിച്ച് നിങ്ങളെ തന്നെ ഏകാഗ്രമാക്കി കളിക്കാരങ്ങളെ അടിച്ച് എല്ലാവർക്കും ദിവസം ആയിരിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ഷീണത്തിന്റെ അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം, വിശ്രമിക്കാം. വിശ്രമിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കേവലം പാടുന്ന പാട്ടുകൾ പാടുന്ന പാട്ടുകൾ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ സെക്കൻഡും ദിവസങ്ങൾ നമുക്ക് എങ്ങനെ വളരാം. നമുക്ക് ദൈവം തന്ന ഒരു ദർശനമുണ്ട്. സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ദർശനം. ആ ദർശനത്തിലേക്ക് നമ്മൾ നമ്മളായിരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളാഴ്ച എത്രത്തോളം
ശത്രുഗണം ബാധിക്കുമ്പോ തകർത്തുവെന്ന് നീതിയും മുഴങ്ങിടുമ്പോ ഉയർന്നില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോ തകർത്തുവെന്ന് നീതിയും മുഴങ്ങിടുമ്പോ പ്രവൃത്തിയിൽ വലിയവരേശുനാഥേ പ്രവൃത്തിയിൽ വലിയവരേശുനാഥേ
ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മനിർത്തന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. നിങ്ങളുടെ ദേഹം ദേഹി ആത്മാവിന്റെ ദൈവത്തിൽ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ബാക്കിയെല്ലാം ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീസസ് ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ജീസസ്. സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ ദൈവത്തെ സ്തുതിക്കാൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാൻ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു. നീതിമാൻ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവേ. വല്ലഭേ പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവേ. വല്ലഭേ വല്ലഭേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാൻ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു. നീതിമാൻ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവേ. പ്രാർത്ഥിക്കാം. ആത്മാവിൽ
പ്രതികൂലങ്ങൾ മാറിപ്പോകും. വിശ്വാസത്തോടെ അസാധ്യമായില്ല ജയം എനിക്കുണ്ട്. അസാധ്യമായില്ല ജയം എനിക്കുണ്ട്. പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും.
രാത്രികാലം കർത്താവ് നമ്മെ കേൾപ്പിച്ചുറപ്പിച്ചതിനായി യേശുവിന്റെ നാമത്തിൽ നാം കൽപ്പിക്കുകയോ അതുപോലെ സംഭവിക്കുമെന്ന് ഈ രാത്രികാലം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അത്യുന്നതന്റെ ശക്തി ഇന്ന് രാത്രികാലം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അത്യുന്നതന്റെ കൃപ ഇന്ന് രാത്രികാലം നമ്മുടെ മേൽ ഓരോരുത്തരുടെ പേര് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അസാധ്യമെന്ന് വൈശാദിക വിധിയെഴുത മണ്ഡലങ്ങളിലൊക്കെയോ ഇന്ന് രാത്രികാലം കർത്താവ് വിടുതൽ നൽകി നമ്മെ മാനിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അത്യുന്നതനായവനെ ഈ രാത്രികാലം നമ്മുടെ മധ്യ കടന്നു വന്നിരിപ്പോ നമ്മെ അനുഗ്രഹിപ്പ, നമ്മെ ശക്തീകരിപ്പ, നമ്മുടെ ബലഹീനതകളെ മാറ്റുക, നമ്മുടെ നിരാശകളെ നീക്കുക, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുക, നമുക്ക് വിടുതൽ നമ്മെ മാനിക്കുവാൻ ഈ രാത്രികാലം കർത്താവ് നമ്മോട് കൂടെ ഉള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടുത്തെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ആമയെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടായിരിക്കുമ്പോൾ രാത്രികാലം ദൈവത്തിനുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് വീര സഹോദരി ജീവൻ പകർന്ന് പ്രാർത്ഥിച്ചാണ്. Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പച്ച, ഈ നല്ലതും മനോഹരവുമായ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. സഭാരാധനയായി ഞങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല ഭാഗ്യത്തിനായി കർത്താവേ സ്തോത്രം സ്തോത്രം ഞങ്ങൾ സ്തോത്രം. ഓരോരുത്തരും ആയിരുന്ന ഇടങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന തിരുവചന പ്രകാരം കർത്താവ് ഓരോ ദിവസവും ചെയ്യുന്ന ഉപകാരങ്ങൾക്കായി നന്മകൾക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ സഭാരാധനയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ അടിയങ്ങളുടെ അവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സഭയാം കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പാ, കടന്നു വന്ന തന്റെ ജനത്തെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പാ, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ തന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവമേ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിന്ന് രാത്രികാലം ഈ ആലയത്തിനകത്ത് ആവസിക്കട്ടെ കർത്താവേ. ജനം ശ്രദ്ധയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന്റെ അപേക്ഷ കേട്ട് ഇറങ്ങി വന്ന് തന്റെ ജനത്തിന് വേണ്ടി മറുപടിയെ കൊടുത്ത് ഈ ദിവസങ്ങളിൽ തന്റെ ജനത്തെ മാനിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ സഭയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന തിരുവചന പ്രകാരം അപ്പാ ഈ സഭയെ അങ്ങ് പണിതിരിക്കുകയാൽ സ്തോത്രം അപ്പാ. ഈ സഭയെ കർത്താവ് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പറയുന്നത് പോലെ കർത്താവേ, ആട്ടിൻകൂട്ടത്തെ പോലെ ജനത്തെ കൊണ്ട് നിറയ്ക്കാമെന്ന തിരുവചന പ്രകാരം കർത്താവേ, ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട സഭ ഹല്ലേലൂയ അടങ്ങിയിരിക്കാതെ ആർത്തു വിളിച്ച് ദൈവസന്നിധികൾ മുന്നേറുമ്പോൾ ജനം നിടിവിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ സഭയോടുള്ള വാഗ്ദത്തങ്ങൾ ഓരോന്നും നിറവേറ്റി ഹല്ലേലൂയ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദിവസങ്ങളിൽ കാണുവാൻ ഈ 2026 സഭയോടുള്ള ഓരോ വാഗ്ദത്തങ്ങളും നിറവേറുന്നത് കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സഭയാം കുടുംബങ്ങളെ എല്ലാം ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഭാരത്തോടെ പ്രയാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം തന്റെ ജനത്തിന്റെ രാത്രികാലം കർത്താവ് ഇറങ്ങി വന്ന് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും നൽകിക്കൊടുത്ത് ഓരോ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന അപ്പാ. ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം.
കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവം അവരെ വീണ്ടും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അനുഗ്രഹിക്കണം. നല്ല സങ്കീർത്തനത്തെ, നല്ല സാക്ഷ്യങ്ങളെ, നല്ല പ്രബോധനങ്ങളെ ഒക്കെ ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവദാസനെ, ദാസിയെ, കുഞ്ഞുങ്ങളെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ ഉള്ളം കരങ്ങളിൽ അവരെ എല്ലാവരെയും സൂക്ഷിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ചെയ്തെടുപ്പാൻ ഞങ്ങളുടെ ദൈവദാസനെ ബലത്തെ നൽകി കൊടുത്താട്ട് കരയുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവദാസനെ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ദൈവം സഭയെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ എല്ലാ ദൈവം അനുഗ്രഹിക്കണേ. ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത സമാധാനം സ്വർഗത്തിലെ ദൈവ കുടുംബത്തിനകത്തായി ദൈവം ബലപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, മാതാപിതാക്കള്, സഹോദരങ്ങള് ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് കർത്താവ് എല്ലാവരും കൃപയിൽ പൊതിയണം, സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. ഒരിക്കൽ കൂടി ഇന്നത്തെ എല്ലാ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ അൻപുള്ള നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കൂടെ ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല കർത്താവേ, സ്തോത്രം സ്തോത്രം. ഒരു വെള്ളിയാഴ്ചയുടെ ഈ രാത്രി കലങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവേ നല്ല പാട്ടുകളെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആത്മീയ കൂട്ടായ്മയിൽ കർത്താവെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങിയതിനായി ദൈവമേ നന്ദി പറയുന്നു. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവജനത്തിന്റെ മേൽ ദൈവമേ പുതിയതൊന്ന് പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഒന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേകർ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നേൽക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവ് തൊട്ടവരായി എന്ന് കാണുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവദാസനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. സങ്കീർത്തനങ്ങളിൽ നിന്നും ദൈവം നല്ല വചനങ്ങളെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ല ശുശ്രൂഷയെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്ന് ദൈവമേ കാണുവാൻ ദൈവമെങ്കിലും കർത്താവേ വലിയതൊന്ന് ചെയ്യുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഞങ്ങളുടെ ചർച്ചിലേക്ക് കടന്നു വരുവാനും ദൈവത്തിന്റെ ആ അത്ഭുതങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യുന്ന ഓരോന്ന് ദൈവമേ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ സഹോദരങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരൊക്കെ ഏത് അവസ്ഥയിലായിരുന്നാലും അവർ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവെ തക്ക സമയത്ത് വഴി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവമേ ദൈവം അറിഞ്ഞുകൊണ്ടാണ് തിന്മയ്ക്കെന്ന് വിചാരിക്കുന്നെങ്കിലും കർത്താവെ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കാണെന്ന് ഞങ്ങൾ കർത്താവെ. തിന്മയ്ക്കൊന്നും സംഭവിക്കില്ല കർത്താവെ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ ദൈവം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവം വചനത്തിൽ നിന്ന് അത്ഭുതം ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ ഏൽപ്പിക്കണം കർത്താവെ. ദൈവദാസന്റെ ആരോഗ്യത്തെയും ബലത്തെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നല്ല ശുശ്രൂഷയെ ഞങ്ങൾക്ക് തരുവാൻ ദൈവം ഇടയാക്കണം. നല്ല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ യേശുവിന്റെ കരങ്ങളിലേക്ക് യേശു നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്ന് 113 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalms 113 113 സങ്കീർത്തനം. സങ്കീർത്തനം 113. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വം ആകാശത്തിനും ഇതയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ. ആകാശത്തിലും ഭൂമിയിലും ഉള്ളവൻ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോട് തന്നെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിന് സന്നിധാനത്തിൽ താണിരിക്കാം. ആമേൻ. വീണ്ടും ഒരു സഭായം കൂടെ ദേശത്ത് കർത്താവ് നൽകി തന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. അവങ്കൽ നിന്ന് നന്മ പ്രാപിച്ചവരായ നമുക്ക് അവനെ സ്തുതിക്കാതിരിപ്പാൻ കഴിയുകയില്ല. സ്തോത്രം. കടന്നു വന്ന സമയം മുതൽ ഇപ്പോൾ വരെയും നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. സ്തുതിക്കുമ്പോൾ ലഭിക്കുന്ന വിടുതലുകൾ വേറൊരു വിഷയങ്ങൾക്കും ലഭിക്കുകയില്ല. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വീണ്ടും വന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. 113 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള ആഹ്വാനത്തോടുകൂടെ ആണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. യഹോവയെ സ്തുതിപ്പീൻ. വായിച്ചാട്ടെ. യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു കാലത്ത് ഫറവോന്യ അടിമത്തത്തിലായിരുന്നു, ഫറവോൻ്റെ ദാസന്മാരായിരുന്നു. അതുപോലെ തന്നെ പിശാചിൻ്റെ ദാസന്മാരായി പിശാചിൻ്റെ അടിമത്തത്തിൽ പാർത്തവരായിരുന്ന നമ്മെ ഓരോരുത്തരെയും ആമേൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് വിടുവിച്ചു. സ്തോത്രം. പാപികളും ദോഷികളുമായിരുന്ന നമ്മെ ഓരോരുത്തരെയും തേടി വരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിന് നമ്മോട് കരുണ തോന്നി. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നാം ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ലോർഡ്. തേടി വന്നു ദോഷിയമ്മേനെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയമ്മേനെയും എന്നെയും നാഥ, നിർമ്മലത്തോയം ഇത്ര സ്നേഹം ഉയിർകൊടു പാപിയും ദോഷിയുമായിരുന്ന എന്നെ തേടി വരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവിന് എന്നോട് മനസ്സലിവ് തോന്നിയതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പേഴ്സണലായിട്ട് ആണ് വിടുതൽ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞൊരു സ്തുതിയുടെ ആവശ്യമില്ല. അത് ലഭിച്ചവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. നിത്യശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടിരുന്ന നമ്മെ ഓരോരുത്തരെയും നിത്യജീവന്റെ ഓഹരിക്കാരാക്കിയവൻ മാറ്റിയതിനായിട്ട് ഇന്ന് രാത്രികാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്കവനെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. പാപികളും ദോഷികളുമായിരുന്ന നമ്മെ ഓരോരുത്തരെയും ആമേ തേടി വന്ന് അവൻ്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് അവൻ്റെ മക്കളും പ്രിയമക്കളും എന്ന പദവി നമുക്ക് നൽകി തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 116 സങ്കീർത്തനം 16 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിന്റെ ദാസനാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു. ദാസനും കഴിഞ്ഞ നാളുകളിലൊക്കെയോ ഞാൻ പിശാചിന്റെ ദാസനായിരുന്നു, ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ നിന്റെ ദാസൻ എന്ന് മാത്രമല്ല, നിന്റെ മകൻ എന്ന പദവിക്ക് യോഗ്യനാക്കി എന്നെ അവിടുന്ന് മാറ്റിയതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 147 സങ്കീർത്തനം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അവൻ നിന്റെ വായിച്ചോ. യെരൂശലേമേ,
47:12 മുതൽ. യെരൂശലേമേ യഹോവയെ പുകഴ്ത്തുക, സിയോനെ നിന്റെ ദൈവത്തെ സ്തുതിക്കുക. സിയോനെ നിന്റെ ദൈവത്തെ സ്തുതിക്കുക. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച്, അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു കാലത്ത് സ്തോത്രമാരറിയ ഓടാമ്പലുകളില്ലാത്ത വീടുകളിൽ പാർത്തിരുന്നവർക്കൊക്കെയും ആരറിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളെ കൊടുത്ത് ആമേൻ മനോഹരമായ കഥകൾ വെച്ചു പിടിപ്പിച്ച് ആമേൻ ടീക്കൂട്ടിൻ്റെയും മഹാഗണിയുടെയും ആമേൻ അത്തരത്തിലുള്ള എല്ലാ ഹാർഡ് വുഡുകളും കൊണ്ട് ആമേൻ അലങ്കരിച്ച കഥകളെ വെച്ചു പിടിപ്പിച്ച് അതിൻ്റെ ഓടാമ്പലുകളെ ഒക്കെയും ഉറപ്പിച്ച് നമ്മെ മാനിച്ച ദൈവത്തെ നാം എങ്ങനെ സ്തുതിക്കാതെയിരിക്കും? സ്തോത്രം. പ്രൈസ് ലോർഡ്. എന്താണെന്നറിയാമോ? ആദിമപിതാക്കന്മാർ ഹല്ലേലൂയ അവരുടെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഹല്ലേലൂയ ആമേൻ അവർ കൊച്ചു കുടിലുകളിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആമേൻ ഹല്ലേലൂയ അവിടെയൊക്കെയും മടികൂടാതെ ദൈവത്തെ സ്തുതിച്ചത് കൊണ്ടാണ് അവരുടെ തലമുറകളായ നമുക്ക് ഓരോരുത്തർക്കും മനോഹരമായ ഭവനങ്ങളെ തന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിച്ച്. അത് മാത്രമല്ല, അതായിട്ട് വായിച്ചാട്ട് നിന്റെ അകത്ത് അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് അവനെ സ്തുതിക്കാം. നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു. സമാധാനമില്ലാതിരുന്ന നമ്മയൊക്കെയും ദിവ്യ സമാധാനമുള്ളവരാക്കി നമ്മുടെ കർത്താവ് തീർച്ചതിനായിട്ട് ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് ആമേൻ ആ ദിവ്യ സമാധാനത്താൽ അവൻ നമ്മെ ഓരോരുത്തരെയും നിറച്ചതിനായി ഇന്ന് രാത്രികാലം നമുക്കവനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിശേഷമായ കോതമ്പ് കൊണ്ട് തൃപ്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശേഷമായ കോതമ്പ് കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര രുചിയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദിമപിതാക്കന്മാർ രുചിക്ക് പോലും ചെയ്യാത്ത ഭക്ഷണങ്ങൾ കൊണ്ട് ആമേൻ കർത്താവ് നമ്മെ തൃപ്തി വരുത്തുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ആദിമപിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ, കേട്ടിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ ആമേൻ അതൊക്കെയും തന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് നമ്മെ നമ്മുടെ തലമുറകളെയോ സംതൃപ്തിയോടെ നടത്തുമ്പോൾ നമ്മുടെ പിതാക്കന്മാരെക്കാൾ ഉപരിയായി നമ്മുടെ കർത്താവിനെ സ്തുതിക്കുക നാം കടംപെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ യഹോവേ, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സ്തോത്രം. അവൻ്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായ നാമമാണ്. സ്തോത്രം. ആമേൻ. സദൃശ്യവാക്യം 18:10 ഒന്ന് വായിച്ചാട്ട് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ ആർത്തിരച്ച് നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ ആമേൻ രക്ഷപ്പെടുവാന് ആമീൻ അവൻ്റെ മക്കൾക്ക് ഒരഭയസ്ഥാനം മാത്രമേ ഉള്ളൂ. ബലമുള്ള ഒരു ഗോപുരമുണ്ട്. ആമീൻ. ഹല്ലേലൂയ. അത് യഹോവയുടെ നാമമാണ്. പുതിയ നിയമ ഇസ്രായേലായ നമുക്കത് യേശുവിൻ്റെ നാമമാണ്. ആമേൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. മലാഖി പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം ഭൂമിയിൽ വലുതായിരിക്കുന്നു. സ്തോത്രം. സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമയം വരെയും യഹോവയുടെ നാമം ഭൂമിയിലൊക്കെയും വലുതായിരിക്കുന്നു. സ്തോത്രം. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിച്ചാട്ട്
അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. അന്ധകാര മണ്ഡലങ്ങളൊക്കെയും മുട്ടുമടക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മിറക്കിൾ ക്രൂസൈഡുകൾ നടക്കുന്ന സമയത്ത് ഭൂതബാധിതരായ ആളുകൾ എഴുന്നേറ്റ് സ്തോത്രം ഹല്ലേലൂയ മുന്നോട്ട് വരുമ്പോൾ നാക്ക് നീട്ടി ആമേൻ സ്തോത്രം കൈകാലുകൾ ഉയർത്തി ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ 6.5 അടി ഉയരമുള്ള ഭീകരന്മാരെ പോലെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ 3 അടി 3.5 അടി 4 അടി 5 അടി ഉയരമുള്ള ആമേൻ ദൈവത്തിൻ്റെ ദാസൻ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ വിറച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ലേ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എനിക്കിന്ന് ഓർമ്മയുണ്ട്. ആമേൻ. ഒരിടത്തൊരു ഭൂതവിളകി സ്തോത്രം ആമേൻ പ്രശ്നമായി ദൈവത്തിൻ്റെ ദാസന്മാർ ഫെയ്ത്തോമിലിരുന്ന് പ്രാർത്ഥിച്ച് ആമേൻ സ്തോത്രം ഒരു സർക്കിളിലാക്കി അവിടെ കിടത്തി സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. വലിയ ശല്യമുണ്ടാക്കിയ ഭൂതങ്ങളെയൊക്കെയും സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തളച്ചിടുവാൻ ഈ തലമുറയിലും കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ നാമം എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന നാമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 4 അതിൻ്റെ 113 വന്നാട്ട് സ്തോത്രം. യഹോവ സകല ജാതികൾക്ക് മീതെയും യഹോവ സകല ജാതികൾക്ക് മീതെയും അവന്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. യഹോവ സകല ജാതികൾക്കും മീതെയും അവന്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:15 വാക്യം ഒന്ന് വായിച്ചാട്ട്. യെശയ്യാ 40:15. ഇതാ ജാതികളുടെ തുലാക്കോട്ടയിൽ ഒരു തുള്ളി പോലെ, ജാതികളുടെ തുലാക്കോട്ടയിലെ തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. അതിന് 12 വാക്യം വായിച്ചാട്ട്. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമിടുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസ് തൂക്കുകയും ചെയ്തവനാര്? തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആറ്? സ്തോത്രം. സമുദ്രത്തിലെ വെള്ളം മുഴുവനും തൻ്റെ ഉള്ളം കൈ കൊണ്ട് അളക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ നീയും വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ ദൈവം മാത്രമാണ്. സ്തോത്രം. ലോകത്തിലുള്ള മറ്റൊരു ദേവന്മാർക്കും ആ കഴിവ് ദൈവം കൊടുത്തിട്ടില്ല. ആമേൻ. കടല് കവിഞ്ഞു പോകാതെ വണ്ണം ആമേൻ സ്തോത്രം കടലിൻ്റെ തിരമാലകളെ തടയുവാൻ വേണ്ടി മണലിട്ട് സൂക്ഷിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം മാത്രമാണ്. മനുഷ്യന് എത്ര വലിയ ബലമുള്ള റീറ്റൈനിങ് ബോളുകൾ ഉണ്ടാക്കിയാലും ഹല്ലേലൂയ ഒരു തിര ഇങ്ങനെ ശക്തിയോടെ ആർത്ത് അടിച്ചു വരുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള ആമേൻ മണ്ണ് നീങ്ങിപ്പോകും, അത് മറിഞ്ഞു വീഴുവാനിടയാകും. എന്നാൽ തമ്പുരാൻ മണലിട്ട മണലിനെ നീക്കുവാൻ ഒരു തിരമാലകൾക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ നേരെ തിരമാലകൾ ആർത്തലച്ചു വന്നാലോ നിന്നെ തൊടുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. കാരണം നിന്നെ തൊടാതിരിക്കേണ്ടതിന് അവനൊരു അതിരിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കടലിനെ തടയുവാൻ, തിരമാലകളെ തടയുവാൻ അതിരിട്ടവനായ കർത്താവ് ആമേൻ നിന്റെ നേരെ വരുന്ന ശത്രുവിനെ തടഞ്ഞു നിർത്തുവാൻ ഒരതിരിട്ടുണ്ട്. അത് ക്രോസ് ചെയ്യുവാൻ ഒരു ദുഷ്ടശക്തിക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഉടമനകതലമ ഉടമനാദലമ
ഈ കാമാനാസാന്തരേതരവ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുവഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലടവും അതിന്റെ അളവ് നൂലും അറ്റത്തോളം അവന്റെ വചനങ്ങളും ചെല്ലുന്നു. യാതൊരു ശബ്ദവും കൂടാതെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം സൃഷ്ടിപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവമാമേൻ. ദൈവത്തിൻ്റെ വചനം അയപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവം ആമേ. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ആമേൻ ദൈവത്തിൻ്റെ വചനത്തെ വാക്കുകളും ഭാഷണവും ശബ്ദം കൂടാതെ അയക്കുവാൻ കഴിയുമെന്ന് ആമേൻ കണ്ടുപിടിച്ച ഒരു ദൈവമുണ്ട്. സ്തോത്രം. നാം ഇന്ന് യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് കൊണ്ട് ഹല്ലേലൂയ ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ മകൻ പാർക്കുന്ന കാനഡയിലേക്ക് അവനൊരു ആലോചന കൊടുപ്പാൻ ദൈവത്തിൻ്റെ വചനം ക്ലിപ്പ് ചെയ്ത് അവന് ഷെയർ ചെയ്താൽ യാതൊരു വാക്കുകളും കൂടാതെ യാതൊരു ഭാഷണവും കൂടാതെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം അയക്കുവാൻ കഴിയുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണ്. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ സൃഷ്ടികൾ എത്ര വലിയവയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തി എത്ര വലിയവയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം തൻ്റെ സൃഷ്ടികളെ യാതൊരു കേടും കൂടാതെ അവിടെ ായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആമേൻ കാട്ടിലെ മൃഗങ്ങൾക്കും ആമേൻ കാട്ടിലെ ക്രൂരമൃഗങ്ങൾക്കും ഹല്ലേലൂയ നാട്ടിലെ മൃഗങ്ങൾക്കും ആമേൻ സ്തോത്രം വൃക്ഷ സസ്യാദികൾക്കും അതിൻ്റെതായുള്ള ആഹാരം കൊടുപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെങ്കിൽ അവൻ്റെ മക്കളും അവകാശികളുമായിരിക്കുന്ന നമുക്ക് എത്രയധികം നൽകി തന്ന് നമ്മെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഏതെങ്കിലും വിഷയത്തിന്മേൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. പരിതാപം പറയുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ വിഷയത്തിന് അല്പം താമസമുണ്ടാകുന്നത് ആമേൻ നീ ഒന്നുകൂടെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ഒന്നുകൂടെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂട്ടുവാനാണെന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം നീ മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് മടുത്തു പോകാതെ നീ പ്രാർത്ഥിക്കാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിനക്ക് മാത്രമല്ല, നിന്നെ പോലെ ആമീൻ അതേ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ആമീൻ. നിനക്കൊരു പക്ഷേ കടഭാരം ഉണ്ടായിരിക്കാം. നീ കടഭാരം ഉള്ളപ്പോൾ തന്നെ കടഭാരമുള്ള വേറൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്കൊരു പക്ഷേ ജോലിയില്ലായിരിക്കാം. നിനക്ക് ജോലിയില്ലാതിരിക്കുമ്പോൾ തന്നെ ജോലിയില്ലാതിരിക്കുന്ന വേറൊരു വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിനക്ക് സൗഖ്യമില്ലാതെ ഇരിക്കുക തന്നെ സൗഖ്യമില്ലാതിരിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൻ്റെ വീര്യപ്രവൃത്തികൾ നിന്നിൽ കൂടെ വെളിപ്പെട്ടു വരേണ്ടതിനായി ദൈവം കാര്യങ്ങൾക്ക് അല്പം ഡിലേ ചെയ്യുകയാണെന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം ആരും മറന്നു പോകരുത്. വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് ആമേൻ ഹല്ലേലൂയ എണ്ണുവാൻ തക്കവണ്ണം ഇടയാകണം. സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. 113 സങ്കീർത്തനം. ഹല്ലേലൂയ. ഉന്നതങ്ങളിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ? ഉന്നതങ്ങളിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ? യഹോവയ്ക്ക് സദൃശ്യനാരുള്ളൂ? ആകാശത്തിലും ഭൂമിയിലും ഉള്ളവൻ ആകാശത്തിലും ഭൂമിയിലും
ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എളിയവനെ പൊടിയിൽ നിന്നു എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. എളിയവനെയും ദരിദ്രനെയും കഷ്ടത്തിലായിരിക്കുന്നവനെയും അവൻ ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 111 സങ്കീർത്തനത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. അവൻ തന്നെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ആമേൻ. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. സംഗീതം 11:4 മുതൽ വായിച്ചിട്ട് യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗ്ഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്ന അറിയുന്ന ഒരു ദൈവം. നിന്റെ അവസ്ഥകൾ ഒക്കെയും അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പുറപ്പാട് പുസ്തകം 3:7 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. നിലമുത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. അവർ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആമേൻ. സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്തിൽ നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവിയർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നീ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, ദൈവത്തിന്റെ ഭയത്തിലേ നീ ഭാരപ്പെടേണ്ട. നിന്റെ കഷ്ടത അവൻ കണ്ടു. ഹല്ലേലൂയ. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവരുടെ നിലവിളിയും കേട്ടിരിക്കുകയാണ്. നിന്റെ നിലവിളി അവന്റെ സന്നിധിയിൽ ചേർന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വയ്ക്കുന്നവൻ ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്ര. കർത്താവ് പെട്ടെന്ന് നിനക്കൊരു പ്രതിഫലം തരുവാൻ പോവുകയാണ്. നിന്റെ ശത്രുക്കൾ പാർത്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശമൊക്കെയോ അവൻ നിനക്ക് അവകാശമായി തരുവാൻ പോവുകയാണ്. നീ ഇതുവരെയും ചിന്തിച്ചിട്ടില്ലാത്ത നന്മകളും അവകാശങ്ങളും നിന്റെ കരങ്ങളിൽ തന്ന് നിന്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം എന്ന് വായിച്ചാട്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്ര. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ധനവും മാനവും പുരാതന സമ്പത്തും അവന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കടഭാരം അനുഭവിക്കുന്ന, ആമേൻ സ്തോത്ര, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുന്ന നിന്റെ വിഷയത്തിന്മേൽ നിനക്ക് വേണ്ടി വിടുതൽ തരുവാനാണ് സ്വർഗത്തിലെ സകല സമ്പത്തും എടിഞ്ഞ് നമ്മുടെ കർത്താവ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നത്. ദരിദ്രരായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സമ്പന്നന്മാരാക്കി തീർക്കുവാനാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 16 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ
യഹോവയുടെ നാമ ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അവന്റെ നാമത്തെ വാഴ്ത്തുവീ ജനമേ, എല്ലാ കാലത്തും അവനെ വാഴ്ത്തുവീൻ. ഹല്ലേലൂയ. 9-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. ദൈവം നമുക്ക് നൽകി തന്ന വാഗ്ദത്തമാണ്. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, അബ്രഹാമിന്റെ ഭാര്യ സാറ മച്ചിയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ ഭാര്യ റെബേക്ക മച്ചിയായിരുന്നു. യാക്കോബിന്റെ ഭാര്യ റാഹേൽ മച്ചിയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞപ്പോൾ ആമേൻ അവരുടെ ഗർഭം തുറന്ന് ദൈവം അവരെ സന്തതികളെ കൊടുത്ത് മാനിക്കുവാൻ കഴിയുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ. നിനക്കും എനിക്കും വേണ്ടി വിടുതൽ തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. ദൈവസന്നിധിയിൽ ദൈവാരതിൽ ചെന്ന് ആമേൻ ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാ പുരോഹിതന് അവൾ മദ്യപിച്ച സ്ത്രീയായി തോന്നിയെങ്കിലും ഹല്ലേലൂയ അവളുടെ അവസ്ഥ അതേപോലെ അറിയുന്ന ഒരു ദൈവം അവൾക്കുണ്ട്. ആമേൻ. അവൾ ദൈവസന്നിധിയിൽ വിശ്വാസത്തോട് കരഞ്ഞ് ഞരങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവ ശമൂവേൽ ബാലനെ കൊടുത്ത് അനുഗ്രഹിച്ചെങ്കിൽ ആമേൻ എന്നെ നിന്നെയും അനുഗ്രഹിക്കുവാൻ മതിയായവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ ആത്മീയ സന്തതികളെ ആമേൻ പ്രാപിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 1-ാം പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം, ഏകാകിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആത്മീയ സന്തതിയെ കുറിച്ചാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതുവരെയും ഹല്ലേലൂയ ഒരു ആത്മീയ സന്തതിയെ നേടുവാൻ കഴിയാതെ ആരെങ്കിലും ഇവിടെ ആയിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ഞാൻ നീയും കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ഹന്ന ഞരങ്ങി കരയുന്ന പോലെ കരഞ്ഞാൽ നിശ്ചയമായും എനിക്ക് നിനക്കും ആത്മീയ സന്തതികളെ തന്ന് മാനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് മതിയായവനാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും ആത്മീയ സന്തതികൾ ജനിക്കുമാറാകട്ടെ. അങ്ങനെ സ്തോത്രം. ഹല്ലേലൂയ. ആലയം ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ജനം മാർക്കുകയും പാടുകയും ചെയ്യട്ടെ. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉയരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. He met the need of my
according to the example you have in us. Amen. My final exams are starting from this Sunday. Please pray for me. Praise the Lord. Praise Lord, but small is the gate and narrow is the road that leads to life, and only a few find it. Praise the Lord. This is he whom it is written, Behold, I send my messenger before your face, who will prepare the way for you. Luke 7 verse 27. Please pray for me and my family. Praise the Lord. Praise the Lord. Thank you, Lord, for a wonderful day. Psalms 27 verse 1. The Lord is my light and my salvation. Whom shall I fear? The Lord is the stronghold of my life. Whom shall I afraid? Please pray for me and my parents. Praise the Lord. Ephesians 5 verse 2, and walk in love as Christ has loved us and gave himself up for us as an offering and sacrifice to the God as a sweet smelling Savior. Praise the Lord. Praise the Lord. Give thanks unto the Lord, for he is good. His love endures forever. Psalms 107 verses 1. Please pray for me and my family. നമ്മുടെ ദൈവത്തിൻ്റെ വചനമ്മ എന്നേക്കും ഇടവനേക്ക് പോ. Amen. Do not be afraid, for I am with you. Isaiah 43 verses 5. Please pray for me and my family. Praise the Lord. Praise the Lord. Oh, the law of your mouth is better to me than thousands of gold and silver pieces. Psalms 119 verse 72. Please pray for me and my family. Praise the Lord. In God, whose word I pray, in God I trust. Please pray for me and my family. Praise the Lord. Praise the Lord. God said, let there be light, and there was light. Genesis 1 verses 3. Please pray for me and my family. Amen. I will settle his hand over the sea, his right hand over the river. Please pray for me and my family. Praise the Lord. Praise the Lord. Jeremiah 33 verse 3. Call to me and I'll answer you and I'll tell you great thing and hidden thing that you have not known. For Amen. the kingdom is the Lord, and he rule over the nation. Psalms 22 verse 28. Praise the Praise Lord. Lord. Romans 13 verses 12. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദുഷ്ടതലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി അഭിഷക്തരായി ക്രിസ്തുവിന് വേണ്ടി ശോഭിക്കുന്നവരായി വളർന്നു വരുവാൻ കർത്താവ് കുഞ്ഞുങ്ങൾക്കെല്ലാവരും കൃപ കൊടുക്കേണ്ടതിനായി ദൂരത്തും ചാരത്തുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകാല കുഞ്ഞുങ്ങൾ പലരുടെയും എക്സാം തുടങ്ങുന്നു. സ്വർഗീയ ജ്ഞാനം ബുദ്ധിയും കർത്താവ് അവർ കൊടുത്തവരെ മാനിക്കേണ്ടതിനായിട്ട് കരങ്ങളുയർ ദൈവത്തെ സ്തുതിക്കാം. ഹാല നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അത്ഭുതമല്ല, ഇതത്ഭുതമല്ല,
ഹല്ലേലൂയ. അപ്പാ എൻ കണ്ണുകൾ നിറഞ്ഞു പോകുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സംഗീതനം കേൾക്കുവാൻ വേണം ഈ രാത്രി കാലം കർത്താവ് ഇടയാക്കിയല്ലോ. സാക്ഷിവാചന കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിവിധ വിഷയങ്ങളുടെ മുഖത്തായിരിക്കും പ്രിയ സഹോദരങ്ങളുണ്ടല്ലോ. അവിടെ എല്ലാം വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നാട്ടിൽ കടന്നു പോയിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, നാട്ടിൽ നിന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി അവരുടെ യാത്രയിലെല്ലാം ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. തുടർന്ന് അല്പസമയം വചനശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ പിന്നെയും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കേണ്ടതിനായി പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജെബിവർ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ അപ്പാ, ഈ നല്ല രാത്രി കാലത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പാ. അപ്പോൾ ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ അപ്പോൾ അങ്ങയുടെ തിരു സാന്നിധ്യം ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്ന അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പാട്ടുകളിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ദൈവമേ അങ്ങ് ഞങ്ങളോടൊപ്പമായിരുന്നു, ഞങ്ങളെ അനുഗ്രഹിച്ചു. കൃപകൾക്കായി സ്തോത്രം അപ്പോൾ നല്ല സങ്കീർത്തനങ്ങളെ തന്ന് നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പിച്ചു. അപ്പോൾ ആ ദൈവമേ ആശ്വാസം പകരുന്ന ഹല്ലേലൂയ ദൈവമേ ആ ഭവനത്തിന് ദൈവമേ ആശ്വാസം പകരുന്ന ദൈവമേ കാണുവാനിടയായി. അപ്പോൾ ആ ദൈവമേ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ അപ്പോൾ വീണ്ടും ആ മകനെയും ദൈവമേ അപ്പാ ദൈവമേ തൻ്റെ ദാസിയുടെ ഭർത്താവിനെയും ദൈവമേ അപ്പാ ദൈവമേ സ്വർഗം ദൈവമേ ആശ്വാസത്താൽ ദൈവമേ നിറയ്ക്കുമാറാണമേ അപ്പാ. ദൈവമേ ശുഭജ ദൈവമേ ദൈവമേ ജയ്സൺ ബ്രദറേയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഹോദരൻ്റെ മടക്കയാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ദൈവമേ അപ്പാ എല്ലാവരുടെയും ദൈവമേ പ്രാർത്ഥനയും ദൈവമേ അപ്പാ ആശ്വാസവും ദൈവമേ അപ്പാ കർത്താവിൻ്റെ ആശ്വാസം അവരുടെ കൂടെ അപ്പാ ആയിരിക്കുമാറാകണമേ അപ്പാ. ദൈവമേ ഇനി തുടർന്ന് നടക്കാൻ പോകുന്ന ദൈവമേ കർത്താവിൻ്റെ ദൈവമേ അപ്പാ കർത്തദാസിൻ്റെ ദൈവ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്ന് ദൈവമേ അപ്പാ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം തണുപ്പിക്കുവാനും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട വചനങ്ങൾ ദൈവ സ്വർഗത്തിൽ അയച്ചുവാനും ഇടയാക്കുമാറാകണമേ അപ്പാ. അതിലൂടെ ഞങ്ങൾ കൃപയിൽ സാന്നിധ്യത്തിൽ മറച്ചുകൊള്ളും. പ്രാർത്ഥന കേട്ടകൾക്കായി സ്തോത്രം തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ താണിരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വെളിപ്പാട് 3-ാം അധ്യായം അതിന്റെ 1 മുതൽ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. 4 വാക്യം കൂടെ വായിച്ചാട്ടെ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ. 3:15-16 വായിച്ചാട്ട്.
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി നീ അറിയുന്നു. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും. നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും. ഉമണ്ണു കളയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സഭയ്ക്ക് നൽകുന്ന ആലോചനയാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുള്ളെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. സ്തോത്രം. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ 7 ആത്മാവ് ആണ് ഈ പ്രസ്താവന നടത്തുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ദർശനം 7 സഭകൾക്കുള്ള ദൂതായിട്ട് അറിയിക്കുമ്പോൾ, അവിടെ ഓരോ സഭകൾക്കും ദൂത് കൊടുക്കുമ്പോൾ പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. യഹോവയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ, യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോഭക്തിയുടെ ആത്മാവ്, ഈ ആത്മാക്കള് ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെ മേലും വച്ചിരിക്കുന്നു. അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെടുകയാണ്. I can see everything you are doing. Even if you try to hide your sin from me, I will punish you double for your sin. നീ ചെയ്യുന്ന പാപത്തിന് ഇരട്ടിയായിട്ട് ദൈവം പകരം കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ. യഹോവേ, ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. Praise the Lord. The heart is deceitful above all things and desperately wicked. Who can know it? ഹൃദയം എല്ലാറ്റിനേക്കാളിലും വിഷമമുള്ളതെന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കപടമുള്ളതെന്നാണ്. സ്തോത്രം. അതിനെ ആരാഞ്ഞ് അറിയുവാൻ വേറൊരു മനുഷ്യരും കഴിയത്തില്ല. സ്തോത്രം. അതിനെ അറിയുവാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും ദൂരത്ത് നിന്ന് ഗ്രഹിച്ചറിയുന്ന ഒരു ദൈവം. സ്തോത്രം. അവനെ മറിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ്റെ മുമ്പിൽ സകലവും
നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. 139 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നിന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലേ, ഞങ്ങൾ സ്നാനപ്പെട്ടവരല്ലേ, ഞങ്ങൾ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ കടന്നു വന്ന് സംബന്ധിക്കുന്നവർ അല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഈ ആലോചന? പ്രൈസ് ദി ലോർഡ്. എഫേസോസിലുള്ളവർ, സ്മുർന്നയിലുള്ളവർ, ലവോദിക്കയിലുള്ളവർ, ആമേൻ, ഫിലിപ്പിയിലുള്ളവർ സകലരും രക്ഷിക്കപ്പെട്ടവർ ആയിരുന്നു. അവരോടാണ് ദൈവത്തിൻ്റെ 7 ആത്മാക്കളുള്ളവൻ ദൂത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഒരുപക്ഷെ നിസ്സാരമായ വിഷയങ്ങളായിരിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമുക്കാകാൻ കഴിയാത്തതായിരിക്കാം. അത് നമുക്കും കർത്താവിന് മാത്രമേ അറിയുകയുള്ളൂ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ദൈവം മനുഷ്യരുടെ കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല. പിന്നെ ദൈവം വസിക്കുന്നത് എവിടെയാണ്? ദൈവത്തിന് വസിക്കുവാനുള്ള ആലയങ്ങൾ നാം നിർമ്മിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഹഗായി 1-ന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ല എന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകൾ പാർപ്പാൻ കാലമായോ? ആകിയ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആലയം പണിയേണ്ടതിനായി നമ്മെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. ആലയം പണിയണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന പ്രമാണമനുസരിച്ച് ആലയം പണിതേ മതിയാവൂ. പർവ്വതത്തിനു മുകളിൽ അതിർത്തിക്കെല്ലാം അതിവിശുദ്ധമായിരിക്കണം. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. വേറൊരു പ്രമാണവുമില്ല. ദൈവത്തിൻ്റെ മന്ദിരങ്ങളായ ആലയങ്ങളായി ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വസിക്കുന്നതിന് യോഗ്യമായ ആലയങ്ങളായി ഈ ആലയങ്ങൾ ഓരോന്നും മാറ്റപ്പെടണം. എന്ന് വെച്ചാൽ ദൈവത്തിന് ഹിതമല്ലാത്തത് ഒന്നും ഈ ആലയങ്ങളിൽ ഉണ്ടാകുവാൻ ഇടയാകരുത്. സ്തോത്രം. സങ്കീർത്തനം 69-ന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 122-ാം സങ്കീർത്തനം അതിനെ 1-ാം വാക്യം വായിച്ചാട്ട്.
യഹോവയുടെ ആലയത്തിൽ നമുക്ക് പോകാമെന്ന് യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. വല്ല സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആലയത്തിലേക്ക് വരാൻ വല്ല സന്തോഷമുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്ന് ബുധനാഴ്ചയൊക്കെ ഒന്ന് വന്ന് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സഹോദര, ഇന്ന് ഞങ്ങളുടെ ചർച്ച വാ. നിനക്കെന്തോ പ്രശ്നം? നിന്റെ വിഷയത്തിന് വിടുതൽ തരുവാൻ ഞങ്ങളുടെ ദൈവം മതിയായവനാ. സ്തോത്രം. ധൈര്യത്തോട് വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ വചനം പറയുന്ന ആലയത്തെക്കുറിച്ച് ഉള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. സ്തോത്രം. എരിവ്. പ്രൈസ് ദി ലോർഡ്. വല്ല എരിവും ഉണ്ടോ? ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ വിളിക്കാത്തത് എന്താണെന്നറിയാമോ? സ്തോത്രം. ഇവിടെ വന്നിട്ട് ആലയം ശൂന്യമായി കിടക്കുന്നത് കണ്ടിട്ട് അവർ പോയി മറ്റുള്ളിടത്തൊക്കെ പറയുവാനിടയാകും. സ്തോത്രം. ഓരോ സഭകളിൽ ഡെയിലി മീറ്റിംഗ് ഉണ്ട്. സ്തോത്രം. എല്ലാ ദിവസവും അവിടെ ആൾക്കാർ, വിശ്വാസികൾ കടന്നു വരുന്നുണ്ട്. അവർക്കൊന്നും ഒരു മടിയുമില്ല. AG ചർച്ചിൻ്റെമാർ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ, ആലയത്തേക്ക് വരാനുള്ള മടി. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ മാറണം ദൈവമക്കളെ. ഈ മടിയും ആമേൻ ഈ ബിസിയും ഒന്നും കർത്താവിൻ്റെ വരവെങ്കിൽ വില പോകത്തില്ല. സ്തോത്രം. അവൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. സ്തോത്രം. അന്ന് ഞാൻ ബിസിയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നീ എവിടെയായിരുന്നു ബിസി എന്നുള്ളത് ആമേൻ സ്തോത്രം ഭിത്തിയും ആമേൻ കല്ലും മരവും ഒക്കെ ഉത്തരം പറയും. സ്തോത്രം. ആ സ്ക്രീനിൽ കൊണ്ട് കർത്താവ് കാണിക്കും. അന്നേരം വാക്ക് മുട്ടിപ്പോകുവാൻ ഇടയാകരുത്. സങ്കീർത്തനക്കാരനായി ദാവീദ് പറയുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തെ ധ്യാനിപ്പാനും ആയുഷ്കാലമൊക്കെയും അവന്റെ യഹോവയിൽ പാർക്കേണ്ടത് തന്നെ. ദൈവത്തിന്റെ വചനം ഘോഷിക്കപ്പെടുന്നിടത്ത് ദൈവാലയത്തിലേക്ക് ദൈവമക്കൾ കടന്നു പോകണം. അവിടെ ദൈവത്തിൻ്റെ വചനം ഘോഷിപ്പിക്കപ്പെടുമ്പോൾ അത് നിന്റെ ജീവിതത്തിലേക്ക് വിടുതലായി കടന്നു വരും. സ്തോത്രം. എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാകുന്നു. കഠിനമായിരിക്കുന്ന ഹൃദയങ്ങളൊക്കെയും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ തകരുവാൻ തക്കവണ്ണം തുടങ്ങും. ദൈവത്തിൻ്റെ ഹന്നയാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലല്ലോ. ഒരു കാലമുണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലം. സ്തോത്രം. മൈലുകൾ നടന്ന് കൺവെൻഷനൊക്കെ പോയി കൺവെൻഷൻ സംബന്ധിച്ച് ആദ്യത്തെ ആരാധന, രണ്ടാമത്തെ ആരാധന അങ്ങോട്ട് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ദാസന്മാർ വചനവുമായി നിൽക്കുമ്പോൾ ആമേൻ ജനം പൊട്ടിപ്പൊട്ടിക്കരയുമായിരുന്നു. സ്തോത്രം. ഇന്നവിടെ കരച്ചിൽ. സമൃദ്ധിയുടെ നടുവിൽ ആമേൻ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് സ്തോത്രം എന്ത് കരച്ചിൽ വരാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം എത്ര സമൃദ്ധി തന്നാലും ഇസ്രായേൽ മക്കളെ പോലെ നാം ദൈവത്തെ ഒരിക്കലും മറന്നു കളയുവാൻ ഇടയാകരുത്. ഏത് സമൃദ്ധിയിലും നമ്മുടെ കർത്താവിനെ നാം മഹത്വപ്പെടുന്നവരായി, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായി, അവൻ്റെ നാമത്തെ നാം വിളിച്ചപേക്ഷിക്കുന്നവരായി തീരണം. എബ്രായർ 10:24 പറയുന്നു, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് കാണുന്തോറും ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഈ ചർച്ച് നടത്തുന്ന ആമേൻ ഈ ചർച്ചിന്റെ നേതൃത്വത്തിൽ വയ്ക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും ആമേൻ സഭായോഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്.
2-3 പേർ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടാകാമെന്ന് പറഞ്ഞവൻ, ഹല്ലേലൂയ, അവൻ തലയാണ്. സ്തോത്രം. ക്രിസ്തു എന്ന തല ഇവിടെ കടന്നു വന്ന് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, കയ്യും കാലും വിരലും ഒന്നുമില്ലാതെ ഇരുന്നാലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു തലയും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളും. മൂക്ക് ഇല്ലാതെ കർത്താവ് ഇവിടെ നിന്നാൽ ആ മൂക്ക് വല്ലയിടത്തും ഒക്കെ ഒക്കെ പോയിരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ദൈവമക്കളെ, നമ്മളായിരിക്കേണ്ട സ്ഥാനങ്ങളിൽ നമ്മളായിരിക്കണം. നമ്മുടെ യേശു നിൽക്കുന്നിടത്ത് നമ്മൾ നിൽക്കണം. അതിനുള്ള വാഞ്ച നമ്മുടെ ഹൃദയങ്ങൾ ഈ ദിവസങ്ങളിൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. സ്തോത്രം. രണ്ടാമത്, ആമേൻ, സ്തോത്രം, നാം ആലയം പണിക്ക് വേണ്ടി ഉത്സാഹം ഉള്ളവരായിരിക്കണം. സ്തോത്രം. ഈ ആലയത്തെ പണിയേണ്ടതിനായിട്ട് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളുമായി ആലയത്തിലേക്ക് കടന്നു വരുവാൻ നാം തയ്യാറാകണം. ആലയം പണി സമയത്ത് നമ്മൾ ഭവനങ്ങൾ മറ്റുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടി ഒരിക്കലും തുനിയരുത്. പ്രൈസ് ദി ലോർഡ്. മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളെന്ന് വായിച്ചാട്ട്. മകൻ അപ്പനെയും ദാസൻ യജമാനെ ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമം തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം. ആമേൻ. ആരാധനയിൽ പൂർണ്ണതയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ട ഭക്തി ഇല്ലാത്തവരായിട്ട് സഭകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവരുടെ ഇടയിൽ നാം ക്രിസ്തുവിന് വേണ്ടി ജ്യോതിസുകളെ പോലെ ശോഭിക്കുന്നവരായി തീരണം. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ തിരുമൽ കാഴ്ചയുമായി കടന്നു വരണം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ആമേൻ. അവനെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ആമേൻ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും കാഴ്ച നമ്മൾ കൊണ്ടുവരണം. ഒരു സങ്കീർത്തന വാക്യമായിട്ട് വരണം. ആമേൻ. ഉപദേശ സത്യങ്ങൾ നിറച്ചിരിക്കുന്ന പുസ്തകമാണ് ഈ ആമേൻ, സ്തോത്രം, നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വാക്യവുമായിട്ട് വരണം. ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ, ദൈവജനത്തിന് കൊടുക്കുവാൻ. ഹല്ലേലൂയ. ഒരുവന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്. ആമേൻ, സ്തോത്രം. പ്രവചനമുണ്ട്. കൃപാവരങ്ങളാൽ നിറയപ്പെട്ടവരായി ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ ദൈവമക്കൾ ഉത്സാഹിക്കണം. സങ്കീർത്തനം 29-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുവിൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കുവിൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവിൻ. കൊടുക്കുന്നവരായി നാം ഓരോരുത്തരും മാറ്റപ്പെടണം. സ്തോത്രം. സങ്കീർത്തനം 69-ന്റെ 30-31 വാക്യത്തിൽ ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും. സ്തോത്രമെന്ന യാഗം സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നവരായി തീരുവാൻ, ആമേൻ, മനഃപൂർവമായി ദൈവത്തിന് ആലയം പണിക്ക് വേണ്ടി ചിലവിടുന്നവരായി തീരുവാൻ കർത്താവ് നാം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ലൂക്കോസിന് സുവിശേഷം
എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ വേഗത്തിൽ വരും താൻ, താമസമെന്നിയെ വേഗത്തിൽ വരും താൻ. കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയം, കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയം. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളായുള്ള, ശോഭിത പട്ടണത്തിൽ മുത്തുകളായുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമ, വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. സന്താപം തീർത്തിട്ടു അന്തമില്ലായുഗം കാന്തനുമായി വാഴുവാ, സന്താപം തീർത്തിട്ടു അന്തമില്ലായുഗം കാന്തനുമായി വാഴുവാ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമക, എന്നിങ്ങു വന്നെന്നെ ചേർത്തി. ഹല്ലേലൂയ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടും. നമുക്കൊന്നുകൂടി പാടാം. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ വേഗത്തിൽ വരും താൻ, താമസമെന്നിയെ വേഗത്തിൽ വരും താൻ. കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയം, കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയം. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. രാത്രികാലം കേട്ട ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പേർ പ്രാർത്ഥിച്ചു. നല്ല കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാവാനും വിശ്വസ്തനുമായ ദൈവമേ, സർവ്വസ്വപിതാവേ, ഈ നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ സമയം വരെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആമേൻ വചനത്തിന്റെ മുന്നിൽ കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ആമേൻ. ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ മരുഭൂപ്രയാണത്തിൽ കർത്താവ് ഞങ്ങളെ ആമേൻ നിർത്തുന്ന ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആത്മീയ ഫുഡുകളും കർത്താവ് തരുന്നതിനാൽ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് തരുന്ന നല്ല ഉപദേശങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ അത് പ്രാഗൽഭ്യത്തിൽ വരുത്തത്തക്കവണ്ണം ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ആമേൻ ഹല്ലേലൂയ ഇന്ന് കേൾക്കുവാൻ കർത്താവ് ഞങ്ങളുടെ കാതുകളെ തുറന്നതിനാൽ ആമേൻ. ഞങ്ങളോട് അറിയിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ ബലഹീനരാണ്. ഹല്ലേലൂയ അധിക കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ കർത്താവ് നിന്റെ മേൽ ശോഭിക്കും. ആമേൻ. ഞങ്ങളുടെ കുറവുകളെല്ലാം മാറ്റാൻ പോകുന്നതിനാൽ ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിനാൽ ആമേൻ ഹല്ലേലൂയ. കർത്താവ് ഇനി ശക്തമായി ആമേൻ ഈ നാളുകളിൽ തന്നെയും കുടുംബത്തെയും ദൈവങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. കടന്നു വന്ന സകല ദൈവമക്കളെയും ദൈവങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങിലും ആമേൻ എല്ലാവരും ഹല്ലേലൂയ കടന്നു വരുവാൻ
കർത്താവെ വലിയൊരു ഉത്സാഹത്തിന്റെ ആത്മാവിനെ ആമേൻ. കർത്താവ് കൊടുക്കണമേ എന്ന് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. സഭായോഗങ്ങളെ ഒന്നും ഉപേക്ഷയായി വിചാരിക്കാതെ എല്ലാവരും കടന്നു വരുവാൻ ആ ബ്ലെസ്സിങ് ഞങ്ങളുടെ മേല് അത് പ്രാപിക്കത്തക്കവണ്ണം ആമേൻ, ഞങ്ങളുടെ ആമേൻ, ആത്മമണ്ഡലത്തെ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാം ഒരു അനുഗ്രഹമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെയും കരങ്ങളെയും കർത്താവ് ബലപ്പെടുത്തണമേ. ആമേൻ, ഹല്ലേലൂയ. ആകാശം തുറന്ന് കർത്താവ് സമൃദ്ധിയായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഭൗതിക അനുഗ്രഹം അതുപോലെ വെളിപ്പെടത്തക്കവണ്ണം ഞങ്ങളെ ജ്ഞാനം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നിലകളിലും ഞങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉപദേശത്തിലെ ഹല്ലേലൂയ സമൃദ്ധിയിലെ എല്ലാ നിലകളിലും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സഭയായി ഞങ്ങൾ പണിയപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിച്ച എല്ലാ കരങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊയർ ടീമിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ദൈവത്തെ പാടി സ്തുതിപ്പാൻ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത ദൈവസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരേ മനസ്സറിയുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സറിയുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവജന സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുപോകുന്ന ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. മൃഗപ്പെട്ട ദൈവഞ്ഞാണ്ട് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ